ഹലോ, ഇന്നത്തെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. ഇതിന് നമ്മൾ അരി തലേന്ന് അരച്ച് വെക്കുകയോ കുറേ നേരം അരച്ച് വെച്ചിട്ട് പുളിക്കാൻ വേണ്ടി വെക്കുകയോ ഒന്നും ചെയ്യേണ്ട. അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് തേങ്ങാപ്പത്തിൽ എന്നാണ് പറയുക. ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ദോശ ചുടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. ഇത് ഞാനൊരു 8 മണിക്കൂർ കുതിർത്തിട്ട് കഴുകിയെടുത്ത പച്ചരിയാണ്. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചോറിട്ട് കൊടുത്തതും അരി എടുത്തതും ഒരേ കപ്പിലാണ് കേട്ടോ. 1 കപ്പിന് 3/4 കപ്പ് ചോറാണ് വേണ്ടത്. അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 2 ബാച്ചായിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇത് കംപ്ലീറ്റ് ഇട്ടാൽ ഇത് മര്യാദയ്ക്ക് അരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 2 ബാച്ചായിട്ട് ഇടുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒരിക്കലും കൂടി പോകാൻ പാടില്ല. അരി മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ ഒരു ബൗളിലേക്ക് നമ്മുടെ ദോശ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടത്. അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഫസ്റ്റ് ബാച്ചിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ബാച്ച് കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് അരിയും അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് ചുട്ടെടുക്കുക. ഈ മാവിങ്ങനെ കുറേ നേരം വെക്കുകയോ ഒന്നും ചെയ്യണ്ട. എന്നാലും ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലത്. അത്ര തന്നെ, ഒരു നിർബന്ധവും ഇല്ല. ഇത് നമുക്ക് ഡയറക്റ്റ് ഇനി ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു പാന് ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ദോശ എന്ന് പറയുന്നത് തിന്നായിട്ടല്ല ഉണ്ടാകുക, കുറച്ച് കട്ടിയുള്ള ദോശയാണ്. ഇത് അങ്ങനെ തന്നെ ചുട്ടെടുക്കണം. നമ്മൾ തവി കൊണ്ട് സാധാരണ ദോശ ഇടുന്ന പോലെ പരത്തണ്ട. ജസ്റ്റ് നമ്മൾ ആ ഒരു പാനിനൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കംപ്ലീറ്റ് ഭാഗത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ചെറിയൊരു ബബിൾ പോലെ വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇതിൻ്റെ മേലെ, അതായത് മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മേലെ തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറേ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരുപാടൊന്നും ഇടുന്നില്ല. ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ മാത്രമേ ഇടുന്നുള്ളൂ. അതായത് മേലത്തെ മാവ് ജസ്റ്റ് ഡ്രൈ ആകുന്ന സമയത്താണ് ഇടേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മെല്ലെ സൈഡൊന്ന് വിടിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് കുറച്ച് കട്ടിയുള്ള ദോശ ആയതുകൊണ്ട് തന്നെ അങ്ങനെ മുറിഞ്ഞ് വീണൊന്നും പോവില്ല. പിന്നെ ഇതൊരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഈ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ദോശ റെഡി ആയിട്ട് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗവും കൂടി 2 ഭാഗവും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തേങ്ങ കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഗീയോ ഓയിലോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ ഗീയോ ആ നേരം കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഒരു ദോശ ഇവിടെ റെഡി ആയി കേട്ടോ. ഇതിപ്പോൾ ഞാനിത് മാറ്റിയെടുക്കുകയാണ്. ഇനി ഒന്ന് ദോശ ആ പാൻ ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത 2ാമത്തെ ദോശ ചുട്ടെടുക്കാം. 2 തവി മാവ് ഒഴിക്കണം, എന്നാലാണ് നമ്മുടെ ആ പാനിൽ ഫുള്ളായിട്ട് അത് വരൂ. നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ പരത്തണ്ട, ജസ്റ്റ് ഈ പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണം. ചൂട് കൂടുതലായി പോയാൽ ഇത് ഉരുണ്ട് പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിമിൻ്റെ ചൂട് കണക്കാക്കി വെക്കണം. അപ്പോൾ ഇതും നേരത്തെ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നാലാണ് തേങ്ങ നല്ലോണം അതിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ തേങ്ങ അധികം ബ്രൗൺ കളറാവാണ്ടാണ് എടുത്തത്. നമുക്കിത് കുറച്ചൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. അതാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. അപ്പം ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റിലും കുറച്ച് കൂടുതൽ നേരം വെച്ചാൽ തന്നെ ആ തേങ്ങ ഒന്ന് കുറച്ചും കൂടി ഒരു ബ്രൗൺ കളറായി കിട്ടും. ആ ഒരു ഇതിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചും കൂടി ടേസ്റ്റി അതായിരിക്കും. നിങ്ങൾക്ക് 2 തരത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻ വരട്ടിയതാണ്. അതായത് മീൻ മുളകിട്ട് വെക്കുന്നതാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഇതാ കുറച്ചും കൂടി നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഡിയായി. ഈ ദോശയും കൂടി മാറ്റിയെടുക്കും. ഇതേപോലെ നമ്മൾ അരച്ച് വെച്ച കംപ്ലീറ്റ് ദോശയും നമുക്ക് ചുട്ടെടുക്കാം. കംപ്ലീറ്റ് ദോശയും ചുട്ടെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ദോശയും ചുട്ടെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചമ്മന്തി കൂട്ടി കഴിക്കാൻ വരെ ടേസ്റ്റിയാണ്. ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ മീൻ മുളകിട്ട് വെച്ച കറി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൻ കറി ഇതൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന ദോശയാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്